ഹലോ എവരിവൺ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റിയാദിൽ ആദ്യമായിട്ട് മെട്രോ വന്നു. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ കയറിയ സ്റ്റേഷൻ എന്ന് പറയുന്നത് അസീസിയയിൽ നെസ്റ്റോട് അടുത്തായിട്ട് വരുന്ന സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. റിയാദ് മെട്രോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രൈവർലെസ് ട്രെയിൻ ആണ് കേട്ടോ. റിയാദ് മെട്രോൻ്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് സാറ്റർഡേ ടു വെനസ്ഡേ 5 AM ടു 12 AM, തേഴ്സ്ഡേ 5 AM ടു 1 AM, ഫ്രൈഡേ 1 PM ടു 12 AM ആണ് വരുന്നത്. 24 hours അല്ല കേട്ടോ വർക്കിംഗ്. ടോട്ടൽ 6 ലൈൻസ് വരുന്നുണ്ട്. ലൈൻ 1 എന്ന് പറയുന്നത് ബ്ലൂ ലൈനും, ലൈൻ 2 എന്ന് പറയുന്നത് റെഡ് ലൈനും, ലൈൻ 3 ഈസ് യെല്ലോ ലൈൻ, ലൈൻ 4 ഈസ് ഗ്രീൻ ലൈൻ, ലൈൻ 5 ഈസ് പർപ്പിൾ ലൈൻ ആൻഡ് ലൈൻ 6 ഈസ് ഓറഞ്ച് ലൈൻ. ടിക്കറ്റിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ഓഫീസസ് ട്രെയിൻ സ്റ്റേഷൻസിൽ അവൈലബിൾ ആണ്. അതേപോലെ മെട്രോ സ്റ്റേഷൻസിൽ ടിക്കറ്റ് വെൻഡിങ് മെഷീൻസും അവൈലബിൾ ആണ്. ഗേറ്റ്സിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഡാബ് ആപ്പ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ മെട്രോ ഡാപ്പാണ്. അതിലും നമുക്ക് യൂസ് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ മെട്രോയുടെ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. നാട്ടിലത്തെ നമ്മുടെ മെട്രോ ഒക്കെ ഓപ്പൺ ആണല്ലോ, ഇത് ഡോർസ് വെച്ചിട്ട് ക്ലോസ്ഡ് ആണ്. അതെനിക്ക് നല്ല കാര്യമായിട്ടാണ് കേട്ടോ തോന്നിയത്, കാരണം സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ മാക്സിമം. ഈ മെട്രോയുടെ ക്യാബിൻസ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സും ഫാമിലിയും പിന്നെ സിംഗിളും ആണ് വരുന്നത്. ഞങ്ങൾ കയറിയത് അബദ്ധവശാൽ ഫാമിലിയിലായി പോയി. അതുകൊണ്ട് തന്നെ ഫുൾ ഫാമിലീസ് ആയിരുന്നു, അതും സൗദി ഫാമിലീസ് ആയിരുന്നു ഫുള്ള്. പർദ്ദയൊക്കെ ഇട്ട് ഫേസൊക്കെ കവർ ചെയ്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉൾഭാഗം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. അതാണ് ഞാൻ ഈ ഔട്ട്സൈഡ് വ്യൂ കാണിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ക്രൗഡഡും ആയിരുന്നു കേട്ടോ. എല്ലാവരും ഈ മെട്രോ ആദ്യമായിട്ട് വന്നതുകൊണ്ട് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. നല്ല ക്രൗഡായിരുന്നു. സോ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്, സ്റ്റാൻഡേർഡ് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 4 റിയാലാണ്. അത് 2 hours ആണ് കേട്ടോ 4 റിയാൽ. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടിക്കറ്റ് വേണമെങ്കിൽ അത് 10 റിയാലാണ് ഫോർ 2 hours. പിന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് വാങ്ങാം. അതേപോലെ ബാങ്കിൻ്റെ കാർഡ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടും ടിക്കറ്റ് എടുക്കാം. പിന്നെ STC പേയും അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സ്റ്റേഷൻ എന്ന് പറയുന്നത് KAFDയിലാണ് കേട്ടോ. അതാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേഷൻ. സോ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഞങ്ങൾ അവിടെയാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഞങ്ങൾ കയറിയ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നിങ്ങൾക്ക് ഈ ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ക്രൗഡഡ് ആയിരുന്നു എന്ന് മെട്രോ. അത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു. ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ തന്നെയാണ് ഇറങ്ങിയത്, കാരണം ഇതാണല്ലോ ഏറ്റവും വലിയ സ്റ്റേഷൻ ഉള്ളതിൽ വെച്ച്. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ആ സ്റ്റേഷനിൽ ഒന്ന് നടന്ന് കണ്ടിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും പ്ലാറ്റ്ഫോമിലോട്ട് പോയിട്ടോ. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കയറിയത് സിംഗിൾ സെക്ഷനിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കുറവായിരുന്നു. നിങ്ങളും കയറുവാണെങ്കിൽ സിംഗിൾ സെക്ഷനിൽ കയറുന്നതായിരിക്കും ബെറ്റർ, കാരണം തിരക്ക് കുറവായിരിക്കും. ഫാമിലി സെക്ഷനിൽ നല്ല ക്രൗഡായിരിക്കും.
സോ സിംഗിൾ സെക്ഷനിൽ കയറിയോണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. കാരണം ആള് കുറവാണല്ലോ. ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് കട്ടായത് 2 അവേഴ്സ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. ആദ്യം തുടക്കത്തിൽ തന്നെ കട്ടാവൂല. 2 അവേഴ്സ് കഴിഞ്ഞപ്പോഴാണ് കട്ടായത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. തിരിച്ച് ഞങ്ങൾ കയറിയ സ്റ്റേഷനിൽ തന്നെ വന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഓരോ മെഷീൻസ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡോ ടിക്കറ്റ്സോ എന്താണെന്ന് വെച്ചാൽ സ്കാൻ ചെയ്തിട്ട് കയറാൻ നേരത്തും ഇറങ്ങാൻ നേരത്തും ഇങ്ങനെ സ്കാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.